തങ്ങളുടെ പൊന്നുമോക്ക് സ്വന്തമായിട്ടൊരു വീട്, അലിയാര് തങ്ങൾക്ക് വീടില്ല, ഉണ്ടായിരുന്ന കുടുംബ വീടിന്റെ സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ചു ഒരു ചെറിയൊരു കൂരയാക്കി. അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും കൂടെ ആ വീടിന്റെ അകത്ത് പോയപ്പോ തറയിൽ എന്താണെന്നറിയാവോ? കല്ല്, ചരൽ കല്ലുകളാ തറയില്. ഇന്ന് കല്യാണ വീട്ടിൽ പോയ ആണുങ്ങളും പെണ്ണുങ്ങളും ആദ്യം പോയി നോക്കുന്നത് അറയ, കല്യാണത്തിന്റെ പുതിയ പെണ്ണിനും പയ്യനും കിടക്കാനുള്ള മണിയറ ലക്ഷങ്ങൾ ചെലവാക്കി ഉണ്ടാക്കി വെച്ചിരിക്കാം. എന്നാ നീയൊക്കെ കേട്ടോ, നിങ്ങളൊക്കെ വിചാരിച്ചു അവിടെയാ സന്തോഷം ഇരിക്കുന്നേ, അവിടെയാ സമാധാനം ഇരിക്കുന്നേ. ഇല്ല പെങ്ങളെ, അവിടെയല്ല സന്തോഷം, അവിടെയല്ല സമാധാനം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചു മണിയറയ്ക്കകത്ത് കയറി ചെന്നു. നീ മണിയറയിൽ പോയാ എന്നാലേക്ക് ഇരിക്കണ ആണുങ്ങളൊക്കെ മണിയറയിൽ കയറിയവരാ, ഇരിക്കണ പെണ്ണുങ്ങൾ മണിയറയിൽ കയറിയതാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളും അലിയാര് തങ്ങളും കൂടെ മണിയറയ്ക്കകത്ത് കയറി. അലിയാര് തങ്ങൾ വീടിന്റെ വാതിലടച്ചു. ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ വിളക്കണക്കട്ടെ, വിളക്കണക്കട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്ത് കയറിയപ്പോ അലിയാര് തങ്ങൾ വിളക്കണച്ചു. വിളക്കങ്ങോട്ട് അണച്ചതും മണിയറയ്ക്കകത്ത് ഒരൊറ്റ കരച്ചല. അലിയാര് തങ്ങളുടെ മണിയറയ്ക്കകത്ത് വല്ലാത്ത കരച്ചില്, വല്ലാത്ത ഒരു തേങ്ങല്. അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളിരുന്ന് കരയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, എന്തിനാ ഫാത്തിമ കരയണേ? പാപ്പാനെ പിരിഞ്ഞതിന്റെ വേദനയാണോ? അതോ എന്നെ ഇഷ്ടമായില്ലേ, ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ ഫാത്തിമ കരയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ല അലിയെ, എന്റെ ഉപ്പ എന്നെ ഒഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഈ മണിയറയ്ക്കകത്ത് കയറിയപ്പോ, നിങ്ങൾ പെട്ടെന്ന് വിളക്കണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. നിങ്ങൾ ആ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കു പെട്ടെന്ന് അണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുട്ട് വന്നു. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളോ കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളയും പുതിയ പെണ്ണും മണിയറയ്ക്കകത്ത് പോയി ഇരുന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, പുതിയ പെണ്ണ് ചോദിക്കുക, നിങ്ങൾക്ക് മുമ്പ് വല്ല പ്രണയം ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി നീ എന്താ ചോദിച്ചേ? മണിയറയ്ക്കകത്ത് വന്ന അത് പണ്ട് കേട്ടാ. ഇപ്പൊ എല്ലാം നേരത്തെ ഫോണിൽ കൂടെ ചോദിക്കാം അല്ലേ? ഇപ്പൊ പെണ്ണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഭർത്താവിന്റെ രഹസ്യം മൊത്തം കാമുകിയായിട്ടുള്ള. എന്നാ മണിയറയ്ക്കകത്ത് കയറി ചെല്ലുമ്പോ പെണ്ണ് ചോദിക്കുക, ഇക്ക നിനക്ക് വേറെ കാമുകി വല്ലതും ഉണ്ടാ? എനിക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്നിനെ കൊണ്ട് ബേക്കൽ ഫോർട്ടിൽ പോയി, ഒന്നിനെ കൊണ്ട് ഞാൻ അവിടെ പോയി, ഇവിടെ പോയി. എന്നിട്ട് ചോദിക്കും, നിനക്ക് വല്ലതും ഉണ്ടായിരുന്നു ആമീന? അതൊന്നും ഇല്ലക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ന ഫാത്തിമ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മ മരിച്ചതിന് ശേഷം റസൂലുള്ള വളർത്തിയ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് കരഞ്ഞെന്തിനാ? വീടിന്റെ അകത്ത് മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഒറ്റ കരച്ചല്. എന്തേ ഫാത്തിമ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയാര് തങ്ങൾ പറയാ, ഫാത്തിമ നമ്മുടെ ആദ്യ രാത്രിയാ ഫാത്തിമ എന്ന്. നീ ഇവിടെ ഇരുന്നിട്ട് കരയുന്ന മണിയറയാ ഫാത്തിമ. മണിയറയ്ക്കകത്തിരുന്നിട്ട് നീ കരയാണോ? നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയേണ്ട രാത്രിയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, ഇതല്ല അലിയ മണിയറ, ഇതല്ല മണിയറ. കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് എവിടെയെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഈ പള്ളിയുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ചെറുപ്പക്കാരികളോട്, എടീ മണിയറ ഒരുക്കേണ്ടത്, എടാ ചെറുപ്പക്കാരാ, ലക്ഷങ്ങള് കടം പേടിച്ചിട്ട് പലിശക്കെടുത്തിട്ട്, എടാ വല്ല പെണ്ണിന്റെയും വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പൈസ വാങ്ങിയിട്ടും നാണമില്ലാതെ കൊണ്ടുവന്ന് കല്യാണത്തിന് പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് മുഴുവനും തുണിയെടുത്ത് കൊടുക്കുന്ന ചെറുപ്പക്കാരാ, എടാ പൈസ കൊണ്ടുവന്ന് വീട് പെയിന്റ് അടിക്കുന്നവന്, ലക്ഷങ്ങള് ചെലവഴിച്ചിട്ട് മണിയറ ഒരുക്കുന്നവന്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, എടാ അവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. നീ ഈമാനുള്ളവനാണോ? നീ മുസ്ലിമാണോ? ഈ പൂച്ചക്കാട് പള്ളിക്കാട്ടിൽ ഒരു മണിയറ പണിയടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാരമകള് മണിയറയ്ക്കകത്ത് കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെന്ന് പറഞ്ഞു, അലിയേ, മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, അത് ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. എല്ലാവരും കൂടെ 3 കറ്റം വെള്ള തുണിയിൽ എന്നെ കുളിപ്പിച്ച് പുതച്ച് കിടത്തുമല്ലോ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ,
കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പൂജക്കാട് പള്ളിയിൽ നിന്ന് ഒരു ദിവസം ഈ പള്ളിയുടെ സൈഡിൽ പൊടികടിച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, അത് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച 3 കച്ചം വെള്ളത്താ, അതാ ഭർത്താവിന്റെ കാമുകിമാരുടെ എണ്ണമെടുക്കുന്ന പെങ്ങള് ഫാത്തിമ ബീവി എന്ന് പറയുന്ന മണവാട്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോട് അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയിലാണ് മണിയറ ഒരുക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? അലിയാര് തങ്ങളോട് പറയുകയാ, നമുക്കൊരുമിച്ച് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഖുർആൻ ഓതാം അലിയേ, നമുക്കിവിടെ ഇരുന്ന് കൊണ്ട് തൗബ ചെയ്യാം അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാക്കാർ ഈ ദുനിയാവിലെ മണിയറ മാറ്റിവെക്കാമെന്ന് ലോകത്തിന്റെ നേതാവിന്റെ പൊന്നമകള് പറഞ്ഞു കൊടുക്കും.